കാരണം ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഭയങ്കര സന്തോഷം, ഇത് തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈ ചിരിയും ഈ ഒരു സന്തോഷം എപ്പോഴും ഫേസിലുണ്ടായത് മുന്നോട്ട് തന്നെ പോകും കേട്ടോ. അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ കല്യാണം അവിടെ കഴിക്കുമ്പോഴത്തേന് കുറച്ചുകൂടെ സന്തോഷമായിരിക്കും. അപ്പോൾ ഇങ്ങനെ അനു ഇങ്ങനെ പറയുന്ന കേട്ടോ, ഒരു വർഷത്തിനകത്ത് കല്യാണം ഉണ്ടെന്ന് ഇങ്ങനെ. ഞാൻ അങ്ങനെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അല്ല അങ്ങനെ പറഞ്ഞു, പിന്നെ ഞാൻ പറഞ്ഞില്ല. ഒന്ന് ഓർത്ത് നോക്കിയേ. അപ്പോൾ കല്യാണം ഉണ്ടോ ഇപ്പോഴേ? ഇല്ല ഏട്ടാ, കല്യാണം എന്ന് പറയുന്നത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമല്ലല്ലോ. അത് കിട്ടത്തില്ല, പക്ഷെ നമുക്ക് ചെറുക്കനെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടത്തില്ല. നോക്കി കിട്ടും. അത് കിട്ടിയില്ല, ഇതുവരെ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിയില്ല. എന്റെ വീട്ടുകാർ നോക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചോളാണ് പറഞ്ഞിരിക്കുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരുന്ന ആളെ കല്യാണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ടീമാ. പക്ഷെ ഇല്ല, നടക്കത്തുന്നില്ല. അവർക്കറിയാം ഞാൻ ചൂസ് ചെയ്യുന്നതെല്ലാം നന്നായിരിക്കും. ഞാനിപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നോക്കുന്നത്, എല്ലാ കാര്യങ്ങളും. ഇപ്പം ഈ പറയുന്ന പോലെ ഈ ഇനാഗുറേഷൻ്റെ കാര്യങ്ങൾ കണക്ട് ചെയ്തത് ഞാൻ തന്നെയാണ്, കോസ്റ്റ്യൂമിൻ്റെ കാര്യം ഞാൻ തന്നെയാണ്, മേക്കപ്പ് ഞാൻ തന്നെയാണ്, ഹെയർ സ്റ്റൈലും ഞാൻ തന്നെയാണ്, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കുന്നത്. യൂട്യൂബ് ചാനൽ ഞാൻ തന്നെയാണ്, അപ്പോൾ സോഷ്യൽ മീഡിയ ഫുൾ നോക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പം അവർക്കറിയാം ഇതുവരെ ഒന്നും നെഗറ്റീവായിട്ടൊന്നും സംഭവിച്ചിട്ടുണ്ടായില്ല. ഇല്ല, എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ താല്പര്യം ഇല്ല. എനിക്ക് ആരെ ഡിപ്പെൻഡ് ചെയ്ത് അച്ഛനമ്മ ഡിപ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുണ്ട്, വന്നിട്ടില്ല. അപ്പൊ അവർക്കറിയാം ഞാൻ എന്ത് തീരുമാനം എടുത്താലും അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും അത് നല്ലതായിരിക്കും എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവർക്കറിയാം അവളെപ്പോഴായാലും ആരെങ്കിലും കല്യാണം കഴിച്ചാലും അവളുടെ ഇഷ്ടപ്രകാരമല്ലേ കല്യാണം കഴിക്കുന്നത്, കഴിച്ചോട്ടെ. അല്ലാതെ ഇയാളെ കല്യാണം കഴിച്ചാൽ മതി, നീ അവനെ കിട്ടണ്ട. ഇപ്പം ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അമ്മ ഞാൻ ഇയാളെ സ്നേഹിക്കുന്നത്, അവൻ വേണ്ട അത് ശരിയാവില്ല എന്ന് അങ്ങനെ പറയത്തില്ല. അല്ല, ഇതൊരു പറഞ്ഞില്ല, നോക്കുന്നില്ല. നിനക്ക് എപ്പോൾ കല്യാണം കഴിക്കണമെന്ന് തോന്നുന്നോ അപ്പൊ നീ കല്യാണം കഴിച്ചു. അങ്ങനെ ആരെങ്കിലും പ്രപ്പോസൽ വന്നിട്ടുണ്ടോ എനിക്ക് ഇങ്ങോട്ടോ? സീരിയസ്ലി ഇല്ല, സീരിയസ്ലി എനിക്ക് ഈ ഒരു അല്ല, എനിക്ക് ഈ ഒരു ഫീൽഡിൽ വന്നതിന് ഇല്ല, അല്ല എനിക്ക് വന്നിട്ടില്ല. വന്നിട്ടില്ല. അങ്ങനെ ആരും ഇഷ്ടം പറഞ്ഞു വന്നിട്ടില്ല. എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും, എനിക്ക് ഇത്രയും വയസ്സായില്ലേ, ഇത്രയും പ്രായം കൂടിയില്ലേട്ടാ. ഞാൻ അങ്ങനെ പറയാം, 25 വയസ്സായില്ലേ? 25 വയസ്സ് കൂടുതലുണ്ട് കേട്ടോ. 28 അതൊന്നും ഞാൻ പറയത്തില്ല. അതൊക്കെ വേണമെങ്കിൽ ചേട്ടാ ഞാൻ വേണമെങ്കിൽ പോവാന്നെന്ന് പറഞ്ഞേക്കാം. എന്നാൽ കല്യാണ പ്രായം ഒക്കെ ആയി. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ടേ, എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വേണ്ട ഒരു കാര്യം തന്നെയാണ് കല്യാണം എന്നുള്ളത്. നമുക്കൊരു ഇണ വേണമല്ലോ, ചിന്തിച്ച കാര്യം അതാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഞാനിപ്പോ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും ഞാൻ സ്വപ്നം കാണുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ അഭിനയിക്കുക, സിനിമ ചെയ്യുക, നാളെ സ്റ്റാർ മാജിക്കിൽ ഇങ്ങനെ പെർഫോമൻസ് ചെയ്യണം, ഇത് ഇങ്ങനെ ഇനാഘോഷണം, ആ വർക്കിന്റെ കാര്യങ്ങൾ ഫുള്ള് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്. കല്യാണത്തെ പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല കുറച്ച് നാളായിട്ട്, കുറെ വർഷമായിട്ട്. അപ്പൊ അമ്മയൊക്കെ പറയുമ്പോൾ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഈ ഒരു സ്വപ്ന ലോകത്ത് നിൽക്കുവാണല്ലോ ഇതൊക്കെ കണ്ടിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കല്യാണത്തെ പറ്റി ചിന്തിക്കുന്നില്ല, പ്രണയിക്കുന്നത്. ഇപ്പൊ ഷൂട്ട് ഇപ്പൊ സുരഭി സുഹാസിനി, അതിനകത്ത് എനിക്ക് ഇപ്പൊ കല്യാണം കഴിഞ്ഞൊരു ക്യാരക്ടറാണ്. അപ്പൊ അതിനകത്ത് ഞാൻ അവനെ പ്രണയിക്കുന്നുണ്ട്, അവൻ ഇങ്ങോട്ട് പ്രണയിക്കുന്നുണ്ട്. അപ്പൊ അതാണ് പ്രണയം. ശരിക്കും അത് പ്രണയമല്ല, എന്നാലും അതൊക്കെയാണല്ലേ ലൈഫ് എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒറിജിനലായിട്ട് എനിക്ക് പ്രണയിക്കാനും തോന്നുന്നില്ല, കല്യാണം കഴിക്കാനും ആ സമയത്ത് തോന്നുന്നില്ല. നീ പറഞ്ഞു വന്നപ്പോഴേ എനിക്ക് തോന്നിയത്, ഇങ്ങനെ ഇരുന്നിട്ട് അനു പറയാൻ വന്നത് അതാണ് ചേട്ടാ. ഞാൻ ആലോചിച്ചു, എന്നെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, എന്നെ ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ല. അങ്ങനെയല്ല, ഞാൻ ചില സമയത്ത് ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഞാൻ കാണാനൊക്കെ അത്യാവശ്യം സുന്ദരിയാണ്. അല്ല, അത്യാവശ്യം വളരെ ഇല്ലില്ല, വളരെ ഭയങ്കര സുന്ദരി എന്ന് ഞാൻ പറയത്തില്ല, അത്യാവശ്യം കുഴപ്പമില്ല. ഒരാൾ നോക്കി അയ്യെന്ന് പറയത്തില്ല, അയ്യെന്ന് പറയത്തില്ല. പക്ഷെ കുഴപ്പമില്ലാത്തൊരു പെൺകുട്ടിയാണ്. പിന്നെ എല്ലാവർക്കും എൻ്റെ ക്യാരക്ടർ നന്നായിട്ട് അറിയാം. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത് ഈ സ്റ്റാർ മാജിക്കിലെ ക്യാരക്ടറാണ് അത് ശരിക്കാണെന്ന് ചിലർ നോക്കുന്നല്ല ആണ്. പക്ഷെ സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോർ കയറുമ്പോൾ ഞാൻ ശരിക്കും കുഞ്ഞായിപ്പോ. മെച്ചൂരിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുമല്ലേ? ശ്രമിക്കുക. വന്നോ മെച്ചൂരിറ്റി? വന്നോ? ഇടയ്ക്കൊക്കെ വരാറുണ്ട് ചില സമയങ്ങളിൽ. പക്ഷെ ആ മെച്ചൂരിറ്റിയിലും അനു ചെയ്യുന്ന കാര്യങ്ങൾ സീരിയസ്ലി പറയുകയാണ്. അനു ഇന്ന് രാവിലെ 6 മണിക്കാണ് ഫ്ലവേഴ്സിന്റെ ഫ്ലോറിൽ നിന്ന് ഫ്ലോറിൽ നിന്നല്ല, സ്റ്റാർമാന്റെ ഷൂട്ട് കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ 1 മണിയായി. അവിടെ നിന്ന് കുളിച്ച് ഫ്രഷ് ആയി ഞാൻ അപ്പൊ തന്നെ 2:30 തിരിച്ചു. ഇവിടുന്ന് 6:30 2:30 3:30 ആയപ്പോ തിരിച്ചു. അപ്പൊ ഇവിടെ എത്തിയപ്പോ 5:30 6 മണിയൊക്കെ വരാനുള്ള ഒരു കഴിവ് തീർച്ചയായിട്ടും ഇപ്പൊ മാനേജർമാരെ വെച്ചിട്ടാണ് ഓരോരുത്തർ നോക്കുന്നത്. അനു എല്ലാം എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? എല്ലാം കൂടെ
അതാണ് അതെനിക്ക് അറിയത്തില്ല, എനിക്ക് ഇഷ്ടമാണ്. പണ്ട് തൊട്ടേ എനിക്ക് അനുവിനെ ഞാൻ അറിയാവുന്ന കുറച്ച് മുന്നേ പറഞ്ഞു ആരെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല, എത്ര നാൾ നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് പക്ഷെ ജീവിച്ചു. എന്തായാലും നമുക്കൊരു ഇണ വേണം എന്നുള്ള ഇണ വേണം, അത് പിന്നെയുള്ള കാര്യമല്ലേ. ആ ഇണ നാളെ കഴിഞ്ഞ് നമ്മളെ കളഞ്ഞിട്ട് പോയാൽ എന്ത് ചെയ്യും? അത് ഞാൻ പറയുന്നത് ഓരോ ലൈഫിൽ അങ്ങനെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് കല്യാണം കഴിക്കാൻ പേടി കേട്ടോ. ശരിക്കും പറഞ്ഞ കല്യാണം കഴിക്കാൻ പേടി എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും പ്രണയിച്ചതൊന്നുമല്ല കല്യാണം കഴിച്ചത്. പക്ഷെ അച്ഛനും അമ്മയും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് പോയി ചോദിച്ചതാണ്. അത് കഴിഞ്ഞിട്ടാണ് അവർ പ്രണയിക്കുന്നത്. അപ്പോൾ എൻ്റെ അച്ഛൻ അമ്മയെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ എന്നെ നന്നായിട്ട് നോക്കണം ലൈഫ് ലോങ്, എൻ്റെ ലൈഫ് ലോങ് എന്നെ നന്നായിട്ട് നോക്കണം. പിന്നെ എന്നെ ഇട്ടിട്ട് പോകാൻ പാടില്ല, ഈ ഡിവോഴ്സ് അതും ഇതൊന്നും വേണ്ട. എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം? പുള്ളി ക്വാളിറ്റിയാണ്. ക്വാളിറ്റി എന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞില്ലേ, ഭംഗി എനിക്ക് പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞാൽ ഒരാൾ കണ്ട ഇങ്ങനെ പറയാൻ പാടില്ല, ഇങ്ങനെയുള്ള ആരും ഇല്ല ശരിക്കും പറഞ്ഞ നമ്മുടെ ലോകത്ത്. എല്ലാവരും നല്ല ഭംഗി, പ്രത്യേകിച്ച് പെൺകുട്ടികളെക്കാളും ഭംഗിയാണ് പുരുഷന്മാർക്കാണ്. അപ്പൊ ഞാൻ ഉറപ്പുള്ളതാണ്. കാരണം എന്താ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, ആ ചേട്ടന് ഭംഗിയുണ്ട്, പിന്നെ നല്ല കാണാൻ സുന്ദരനാ. എന്താ വെച്ചാൽ നമ്മളിപ്പം പുരുഷന്മാർ മേക്കപ്പ് ഇടാറില്ല. മേക്കപ്പ് മാത്രമല്ല എന്ന് വെച്ചാൽ പെൺപിള്ളേർ എപ്പോഴും മേക്കപ്പ് ഇടുന്നില്ല, പെൺകുട്ടികൾ അവർക്ക് ഈ താടിയും മീശ ഉണ്ടെങ്കിലും അതോ മീശ ഒന്നും ഇല്ലെങ്കിൽ പോലും അവർ ഉറക്കത്തിന് വന്നാലും ഭയങ്കര ഭംഗിയാ കാണാൻ, അല്ലേ അല്ലേ? പക്ഷെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ത്രെഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഐബ്രോ ഇങ്ങനെ വാരി വെച്ചതുപോലെ, എന്തോ എടുത്ത് വെച്ചതുപോലെ, ഒരു കണ്ണെഴുതിയില്ലെങ്കിൽ, ഒരു പൊട്ട് വെച്ചില്ലെങ്കിൽ, ഒരു ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിലൊക്കെ ഒരു ഭംഗിക്കുറവ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും എനിക്ക് ഇങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, പെൺകുട്ടി ആൺകുട്ടികളെ നോക്കുമ്പോൾ എപ്പോഴും ആൺകുട്ടിയാണ് ഭംഗി. അപ്പൊ അതുകൊണ്ട് ഈ ലോകത്ത് എല്ലാവർക്കും ദൈവം ഓരോ ഭംഗികൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഭംഗിയുടെ കാര്യത്തിൽ എനിക്ക് അതൊരു പ്രശ്നമേ അല്ല. പിന്നെ ഹൈറ്റ് വെയിറ്റ് ഒന്നും പ്രശ്നമില്ല, ഹെൽത്തി ആയിട്ടിരിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ ഡ്രിങ്ക്സും ഒക്കെ കഴിക്കാം, സ്മോക്ക് ചെയ്യാൻ ഇഷ്ടമില്ല, ഡ്രിങ്ക്സ് വല്ലപ്പോഴും കഴിക്കാം. പിന്നെ ഈ പറയുന്ന പോലെ ഡ്രിങ്ക്സ് കഴിക്കാം, സൗന്ദര്യം വേണ്ട, വേണ്ടെന്നല്ല, അയ്യെന്നല്ല, അതും കുഴപ്പമില്ല. ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല സൗന്ദര്യത്തിന്. ആ മെയിൻ ആയിട്ട് നോക്കുന്ന സ്വഭാവം. എല്ലാവർക്കും അവരുടെ മനസ്സിൽ സൗന്ദര്യം ഉണ്ട്, പിന്നെ അപ്പൊ ആ സൗന്ദര്യത്തിന് വാല്യൂ ഇല്ല. പക്ഷെ കഴിക്കാം, അതിനൊരു ഡിമാൻഡ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ പിന്നെ വയസ്സും പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ എന്നെക്കാളും ഭയങ്കര വയസ്സ് മൂത്തല്ല, ഒരു 5 വയസ്സിന് മൂത്ത ആള് കൂടണ്ട. 5 വയസ്സ് ഉള്ളില്ല, സെയിം ഏജ് ആയാലും പ്രശ്നമില്ല. 30-35 അപ്പൊ 30-35 ആകുമ്പോൾ സെയിം ഏജ് ആയാലും പ്രശ്നമില്ല, സെയിം ഏജ് ആയാലും കുഴപ്പമില്ല. പക്ഷെ അനുവിനെ അപേക്ഷ നോക്കുകയാണെങ്കിൽ നല്ലൊരു പയ്യനെ തന്നെ കിട്ടാൻ. പിന്നെ ബാക്കിയുണ്ട്, നല്ല സ്വഭാവം വേണം, നല്ലൊരു വ്യക്തിയായിരിക്കണം, പിന്നെ എന്നെ നന്നായിട്ട് അറിയാവുന്ന ഒരാളായിരിക്കണം, എന്നെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം. ഇതൊക്കെ തന്നെ, ഇത് എല്ലാ പെൺകുട്ടികൾക്കും ഉള്ളത് തന്നെയാണ് ഇതൊക്കെ.